യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ്, സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ബിക്കോസ് നിങ്ങൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ടൈം പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറേ ഡിസ്ട്രാക്ഷൻസ് ആണ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ഡിസ്ട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ എൻ്റർടൈനിങ് ആയിട്ട് തലതിരിച്ച് നടക്കും, അതൊന്നാമത്തെ കാര്യം. വേറെ കുറേ ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല ചെയ്തു തീർക്കാനൊക്കെ. അങ്ങനത്തെ കുറേ പ്രശ്നമുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരും, അല്ലേ? അപ്പം നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഭയങ്കര എഫക്റ്റീവായിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഹൗ ക്യാൻ ചേഞ്ച് മൈ ലൈഫ് എന്നുള്ളത് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഭയങ്കര ഈസി ആണോ ചോദിച്ചാൽ ഈസി അല്ല, ടഫാണോ ചോദിച്ചാൽ ടഫല്ല, ഒരു മിഡിലിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും കേൾക്കുക, ഇതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സമയമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കാൻ നിൽക്കണ്ട. ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, നമ്മുടെ ലൈഫിലോ നമ്മുടെ കൂടെ നിൽക്കുന്ന സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഗ്രേറ്റ് തിങ്സ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എപ്പോഴും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും ഗ്രേറ്റ് തിങ്സ് ഒന്നും കടന്നു വരില്ല, അല്ലെങ്കിൽ വലിയ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരില്ല. അതിന് കുറച്ച് നമ്മൾ എഫേർട്ട് കൊടുക്കണം. നമുക്ക് മോശമായിട്ട് തോന്നുന്ന കുറേ സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോയിട്ടുണ്ടാവുക. അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഏറ്റവും നല്ല സന്തോഷങ്ങൾ കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കണം, പക്ഷെ നമ്മൾ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടണം, അങ്ങനത്തെ കുറേ വേറെ ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. പഠിക്കാൻ തീരെ മൂടില്ല, താല്പര്യമില്ല, ഇഷ്ടമില്ല, പക്ഷെ എക്സാമിന് ജയിക്കും വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, ഈ പോസ്റ്റ് ഇടുന്ന കാര്യങ്ങളൊന്ന് മാറ്റിവെച്ച് ഈ സിനിമ കാണുന്നത്, നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന സിനിമ കാണുന്നത്, അല്ലെങ്കിൽ പഠിച്ച് സ്വസ്ഥമായിട്ടിരുന്ന സിനിമ കാണുന്നതൊക്കെ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ആ പഠനത്തിലൂടെ നിങ്ങൾ എക്സാം നല്ല രീതിക്ക് എഴുതി, നല്ല രീതിക്ക് മാർക്കൊക്കെ മേടിച്ചു, എല്ലാവരിൽ നിന്ന് നല്ല അപ്രിസിയേഷനൊക്കെ കിട്ടി, ആ ഒരു ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ആ ഒരു ഫ്രെയിം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരിക്കും നിങ്ങൾ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കുക. ആ ടൈമിൽ ചിലപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വേൾഡിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, അല്ലേ? ഇപ്പോൾ ഡേ ബൈ ഡേ എൻട്രൻസിൻ്റെയും PSCയുടെ ഒക്കെ കോച്ചിങ് സെൻറ്റേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സ്റ്റുഡൻസ് ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു പോസ്റ്റിന് 10 വേക്കൻസി ഉള്ളെന്നുണ്ടെങ്കിലും 20-200 ആൾക്കാർ വരെ അവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിനിടയിൽ നമ്മൾ ഒരു ഒട്ടും കോമ്പറ്റേറ്റീവ് അല്ലാണ്ട് നമ്മൾ എന്തൊക്കെയോ കാണിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ഒന്നും നേടാൻ പറ്റില്ല. ഇതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് കുട്ടികൾ പ്രയത്നിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ പകുതി പേരും അവരുടെ ഗോൾസൊക്കെ മറന്നിട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അവർക്ക് എന്താ നേടേണ്ടത്, കറക്റ്റായിട്ട് എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ നിന്നൊക്കെ അവർ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാവും. എന്തോ ഒരു കാര്യങ്ങൾ പഠിക്കണോ, എക്സാം എഴുതണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിയിലിരിക്കുന്നു, സാലറി മേടിക്കുന്നു, ഇനി എന്തെന്നുള്ളൊരു തോട്ടൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അതുപോലെ നിങ്ങളും ആവരുത്. എല്ലാവരും ഉള്ളതുപോലെ നിങ്ങളും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനൊന്നുമില്ല. പക്ഷെ അവരൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ട് നേടിക്കൂടാ? ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു 10 കുട്ടികളുണ്ട്, അതിൽ 9 പേരും ഇങ്ങനെ അവരുടെ ഗോൾസ് മറന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിങ്ങൾ മാത്രം ഒന്ന് മാറി നിങ്ങൾ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലേ അവിടെ ടോപ്പ് ആവാൻ പറ്റുന്നത്. ഒരു എക്സാം വരുന്ന സമയത്ത് നിങ്ങളല്ലേ ടോപ്പ് റാങ്കർ ആവാൻ പോകുന്നത്. അപ്പം അതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പലരും പല വഴിക്കാണ് പോകുന്നത്. അതിനിടയിൽ കൂടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഫ്യൂച്ചറിൽ ഒന്നും നേടാനുണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ നമ്മൾ ഹാപ്പി ആവും, പക്ഷെ ആ സിനിമ കണ്ട 2.5 മണിക്കൂർ നമുക്ക് വേസ്റ്റ് ആവും. ചിലപ്പോൾ പഠിക്കേണ്ട സമയമായിരിക്കും, നമുക്കത് കളഞ്ഞില്ലേ. അതുപോലെ നമ്മൾ കൂടുതൽ ഉറങ്ങുന്ന വ്യക്തികളുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഉറക്കം മതി. കൂടുതൽ ഉറങ്ങിയാലും പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല, നമ്മുടെ ദിവസം വേസ്റ്റാണ്. പിന്നെ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ കൂടുതൽ ഉറങ്ങിയ ടൈം കളയുക, അതിലൂടെ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിൽ ഫോക്കസ് ചെയ്യുക. ഫ്രണ്ട്സിനായിട്ട് ചിൽ ഔട്ട് ചെയ്തിട്ട് ആ ടൈം നേടിയിട്ട് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക.
അങ്ങനെ ഇൻസ്റ്റന്റ് പ്ലഷർ ആലോചിച്ചിട്ട് നിങ്ങൾ ജീവിക്കരുത്. നമ്മുടെ കൂടെ വേണ്ടത് ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന സന്തോഷങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റന്റ് പ്ലഷറിനൊക്കെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനെ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നോക്കണം. ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ ഉറക്കത്തിലോ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ പോവരുത്. ഒരിക്കലും മോട്ടിവേറ്റഡ് അല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരിക്കലും മാറരുത്. നമ്മൾ എപ്പോഴും ഒരു സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വർക്ക് ചെയ്യണത്. ഇനി നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, കരിയറിൽ ഇനി നെക്സ്റ്റ് എന്തെന്നുള്ള തോട്ടിൽ വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. പഠിക്കുന്ന സമയത്തും എങ്ങനെയോ പാസ്സായി എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ നിൽക്കരുത്, എക്സാം എഴുതാൻ നിൽക്കരുത്. ടോപ്പിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോഴാണ് അതിന്റെ പകുതിയെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ.